ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 14 കാർ കമ്പനീസിനെ പറ്റിയാണ്. ഇവിടെയും എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ 14th പൊസിഷനിൽ നിൽക്കുന്ന ജീപ്പാണ്. എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നാലും 14th പൊസിഷനിൽ ജീപ്പും 13th പൊസിഷനിൽ സിട്രോയിനും അവിടെ പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെയാണ്. ഈ രണ്ട് കമ്പനികൾക്കും ഒരു മാറ്റമില്ല. ചില മാസങ്ങളിൽ ജീപ്പ് സിട്രോയിനെ വെട്ടിച്ച് 13th പൊസിഷനിലേക്ക് കയറും, സിട്രോയിൻ 14th എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. എനിവേ കഴിഞ്ഞ മാസം ജീപ്പിന് വെറും 281 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ മെയ് മാസത്തിൽ 344 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചതാണ്. അതായത് 63 വാഹനങ്ങളുടെ വ്യത്യാസം മന്ത് ഓൺ മന്ത് ബേസിൽ ഇവിടെ വന്നിട്ടുണ്ട്. 18.31% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഡീഗ്രോത്ത് റേറ്റ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ 14 വണ്ടികളുള്ളതിൽ ആകെപ്പാടെ 3 വാഹനങ്ങൾക്ക് മാത്രമാണ് ഗ്രോത്ത് ഉള്ളത്. 11 വണ്ടികൾക്ക് ബാക്കി ഡീഗ്രോത്ത് ആണ്. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ജീപ്പ്. ഇനി 13th പൊസിഷന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിട്രോയിനാണ് ഇരിക്കുന്നത്. ഇവർക്കും സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിപ്പാണ് വന്നിരിക്കുന്നത്. 339 വാഹനങ്ങൾ സെയിൽസ് മാത്രമാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇവർക്ക് ലഭിച്ചത്. മെയ് മാസത്തിൽ 515 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു. അതായത് 176 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 34.17% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഡീഗ്രോത്ത് റേറ്റ്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത് മന്ത് ഓൺ മന്ത് ബേസിൽ നമ്മുടെ സിട്രോയിനാണ്. അതും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്പർ 1ലും നമ്പർ 2ലും ഇരിക്കുന്ന നമ്മുടെ സ്റ്റെല്ലാനിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് കമ്പനികൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല വലിയ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പം 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ്. നിസാന് പിന്നെ നമ്മൾ ഈ സെയിൽസ് കുറവാണെന്ന് പറയുമെങ്കിൽ എക്സ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം പിടിക്കും. കഴിഞ്ഞ ദിവസം 1.1 മില്യൺ, അതായത് 11 ലക്ഷം വണ്ടികൾ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ റെക്കോർഡ് നിസാൻ ഇട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ എക്സ്പോർട്ടിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഈ കാലത്തൊന്നുമല്ല, അവർ എക്സ്പോർട്ടിങ് തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ അവരുടെ കണക്കാണ്. എന്തായാലും കഴിഞ്ഞ മാസം നമ്മുടെ ഡൊമസ്റ്റിക് സെയിൽസിൽ 2107 വാഹനങ്ങളുടെയാണ് ഇവർക്ക് ലഭിച്ചത്. മെയ് മാസത്തിൽ നമുക്ക് 2211 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. 104 വാഹനങ്ങളുടെ വ്യത്യാസവും 4.7% ഡീഗ്രോത്തുമാണ് നിസാന് വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. ഇനി അടുത്തതായി 11th പൊസിഷനിൽ നിൽക്കുന്നത് സ്കോഡയാണ്. സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം 2566 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. മെയ് മാസത്തിൽ 2884 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 318 വാഹനങ്ങളുടെ വ്യത്യാസവും 11.03% ഡീഗ്രോത്ത് റേറ്റുമാണ് നമ്മുടെ സ്കോഡയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് സ്കോഡ. ഇതിപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം കുറച്ച് കാലമായിട്ട് ഇവർ ഈ ഒരു റേഞ്ചിലാണ് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പതുക്കെ താഴേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഏതായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന ഫോക്സ്വാഗൻ്റെ കേസ് പിന്നെയും കുഴപ്പമില്ല. കാരണം അവർക്ക് കഴിഞ്ഞ മാസം 3260 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചതാണ്. ഈവൻ മെയ് മാസത്തിലാണെങ്കിൽ പോലും 3273 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതാണ്. അതായത് 13 വണ്ടികളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡീഗ്രോത്ത് ആണെങ്കിലും അത് ഡീഗ്രോത്ത് ആയിട്ട് കൂട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ജസ്റ്റ് 0.4% മാത്രമാണ് നമുക്കിവിടെ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോക്സ്വാഗനും സ്കോഡയും രണ്ട് കമ്പനികൾ ഒരു മാസം 4000 വണ്ടികൾ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അണ്ടർ പെർഫോമിംഗ് ആണ്. പക്ഷെ എന്നാൽ പോലും ഫോക്സ്വാഗൻ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും സെയിൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ സ്കോഡയ്ക്ക് അതിപ്പോൾ പറ്റുന്നില്ല. ഈ ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. അവരുടെ പുതിയ സപ്പോർമെൻറ്റ് റിസീവറുകൾ വരുമ്പോഴേക്കും ചിലപ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ അത് വരെ 2025 മാർച്ച് ആവും. നിസാൻ ഇന്ത്യയിൽ ഒറ്റ വണ്ടി വെച്ചാണ് പിടിച്ചു നിൽക്കുന്നതെങ്കിൽ റെനോ ഇന്ത്യയിൽ 3 വണ്ടികൾ വെച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. കൈഗറും ഡ്രൈവറും അതുപോലെ ക്വിഡും. പക്ഷേ സെയിൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിസാന് 2107 ആണെങ്കിൽ റെനോയ്ക്ക് ഈ 3 വണ്ടികൾ വെച്ച് 3553 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളൂ. മെയിൽ നോക്കുകയാണെങ്കിലും 3709 വാഹനങ്ങളുടെ സെയിൽസേ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ അവർക്ക് ഡീഗ്രോത്ത് ഉണ്ട്. 156 വാഹനങ്ങളുടെ വ്യത്യാസവും 4.21% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. റെനോയും നിസാനും കൂടി ഇനിയിപ്പോൾ പുതിയൊരു വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു 5 സീറ്റർ എബോഫോമീറ്റർ കോമ്പാക്ട് SUV, ഡസ്റ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡസ്റ്റർ എന്ന് പറഞ്ഞ പേരിൽ വരും എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ റെനോയും നിസാനും ആ ഒരു റേഞ്ചിലുള്ള വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ തന്നെ 7 സീറ്റർ വേരിയൻസും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അധികം വൈകാതെ തന്നെ നിസാൻ്റെ പുതിയ എക്സ്ട്രയിൽ CBU ആയിട്ട് ഇന്ത്യയിൽ വരും. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. MG കുറേ കാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ പിടിച്ച് കയറിപ്പോയിട്ടുള്ള ഒരു കമ്പനിയാണ്. പണ്ടൊക്കെ 2000-3000 ആ റേഞ്ചൊക്കെ ഇവർക്ക് സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4000+ ആണ് സെയിൽസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 4644 വാഹനങ്ങളുടെ സെയിൽസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. മെയ് മാസത്തിൽ 4769 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. കാരണം ജസ്റ്റ് 125 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും 2.62% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതും
നമുക്കങ്ങനെ ഭയങ്കര വലിയൊരു ഡീഗ്രോത്ത് റേറ്റോ അല്ലെങ്കിൽ സെയിൽസ് കുറവാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല സെയിൽസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി, ഇവരുടെ അവസ്ഥ കുറച്ച് കഷ്ടമാണ്. പണ്ടൊക്കെ ഈ സിറ്റി, അമേസ് അങ്ങനത്തെ വണ്ടികളൊക്കെ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് വരെ ഇവരൊരു മാസം 7,000-2,000 വണ്ടികളൊക്കെ വെച്ച് വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്ത് പറ്റിയെന്നൊരു പിടിയില്ല. എലവേറ്റ് വന്നു, സിറ്റി ഉണ്ട്, അമേസ് ഉണ്ട്, എന്നിട്ട് പോലും കഴിഞ്ഞ മാസം 4,804 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ഹോണ്ടയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ. മെയ് മാസത്തിലും 4,822 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സംഭവം കൺസിസ്റ്റന്റ് സെയിൽസ് ആണ്. 18 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. 0.37% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഹോണ്ടയ്ക്കാണ്. സെക്കൻഡ് ഏറ്റവും ലോവസ്റ്റ് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഫോക്സ് വാഗൻ ആണ്. പക്ഷേ എന്നാൽ പോലും ഹോണ്ട 7,000-8,000 റേഞ്ചിൽ നിൽക്കേണ്ടതിൽ നിന്ന് ഇത്രയും താഴേക്ക് വന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. കിയയ്ക്ക് കഴിഞ്ഞ മാസം 21,300 വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അത്യാവശ്യം ഗ്രോത്ത് വന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ 19,500 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. ഈ ലിസ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആകപ്പാടെ 3 വാഹനങ്ങൾക്ക് ഗ്രോത്ത് വന്നിട്ടുള്ളൂ. അതിൽ 1,800 വണ്ടികളുടെ വ്യത്യാസവും 9.23% ഗ്രോത്ത് റേറ്റുമായിട്ട് ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് കിയ. പിന്നെ 21,000-നടുത്ത് സെയിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. ഇവർ പണ്ട് മുതലേ ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിന് പിന്നെ താഴേക്ക് പോയിട്ടുമില്ല. ചില കമ്പനികൾ ആദ്യം പിടിച്ച് കയറിയിട്ട് പിന്നെ താഴേക്ക് പോകും. പക്ഷേ ഇവർ കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം 25,752 വാഹനങ്ങൾ സെയിൽസ് ആണ് ലഭിച്ചത്. മെയ് മാസത്തിൽ 23,959 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചത്. അതായത് 1,793 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. അത്രയും ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 7.48% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഗ്രോത്ത് പെർസെൻറ്റേജ്. കിയ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു കമ്പനി, ഈ ലിസ്റ്റിൽ ഗ്രോത്ത് ഉള്ള വളരെ ചുരുക്കം കമ്പനികളിൽ ഒരു കമ്പനിയും കൂടിയാണ് നമ്മുടെ ടൊയോട്ട. അപ്പോൾ അതും കൊള്ളാം, നല്ല കാര്യം തന്നെയാണ്. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 40,022 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. മെയ് മാസത്തിൽ 43,218 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. ഈ 43,218 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇതിവിടെ നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത് 3,196 വാഹനങ്ങളുടെയാണ് മന്ത് ഓൺ മന്തിൽ. 7.4% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഇവിടം വരെ കുഴപ്പമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ചേഞ്ച് ആയിട്ട് പറയാൻ പറ്റുന്ന, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ സെയിൽസ് മഹീന്ദ്രയുടെ സെയിൽസിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിൽ ഭയങ്കര വലിയ വ്യത്യാസം വന്നിരിക്കുകയാണ്. ഈ മാസം മാത്രമല്ല, കഴിഞ്ഞതിന് മുന്നത്തെ മാസം അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ടാറ്റയ്ക്ക് 3rd പൊസിഷനിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ മാസം ജസ്റ്റ് 43,524 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മെയ് മാസത്തിൽ മഹീന്ദ്രയ്ക്ക് കിട്ടിയ ഓൾമോസ്റ്റ് സിമിലർ സെയിൽസ് ആണ് ടാറ്റയ്ക്ക് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. അത് മഹീന്ദ്രയ്ക്ക് ആ സെയിൽസ് കഴിഞ്ഞ മാസം ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഏകദേശം ടാറ്റയും മഹീന്ദ്രയും സെയിം സെയിൽസിൻ്റെ ഒരു രീതിയിലേക്ക് വന്നേനെ. പക്ഷേ എന്തായാലും മഹീന്ദ്രയുടെ സെയിൽ കുറഞ്ഞു, ടാറ്റയുടെയും സെയിൽ മെയ് മാസം കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം മെയിൽ 46,697 വാഹനങ്ങളുടെ സെയിൽസ് ടാറ്റയ്ക്കും കിട്ടിയതായിരുന്നു. 3,173 വാഹനങ്ങളുടെ ഡിഫറൻസ് അവിടെ ഉണ്ട്. 6.79% ഡീഗ്രോത്ത് റേറ്റ് ടാറ്റയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ഡിഫറൻസ് ആണ്. പണ്ട് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ മിനിമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് കഴിഞ്ഞ മാസം 50,103 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. മെയ് മാസത്തിൽ 49,151 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു. 952 വാഹനങ്ങളുടെ വ്യത്യാസവും 1.94% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഗ്രോത്ത് ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് 14 കമ്പനികൾ 11 ഡീഗ്രോത്ത് വന്നതിൽ ഒരെണ്ണത്തിന് ഗ്രോത്ത് വന്നു എന്നെങ്കിലും പറയാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഫൈനലി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,37,160 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇവർക്ക് ലഭിച്ചത്. മെയ് മാസത്തിൽ 1,44,002 വാഹനങ്ങളുടെ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 6,842 വാഹനങ്ങളുടെ വ്യത്യാസവും 4.75% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇതിലിനിപ്പോൾ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനല്ലോ, മാരുതി അല്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.